കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമായിരുന്നു രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു എന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന പേരാണ് കേന്ദ്ര സർക്കാർ മാറ്റാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച ബില്ല് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. എന്തിനാണ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നതെന്നും ഇതിന്റെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാകുന്നില്ലെന്നുമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെതിരെ ശശി തരൂരും രംഗത്ത് വന്നു എന്നതാണ്. ഗ്രാമീണരായ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിയിൽ നിന്ന് മഹാത്മാവിന്റെ പേര് നീക്കം ചെയ്യുന്നത് ഈ ആശയങ്ങൾ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും ഇല്ലാത്ത ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ആ മഹത്തായ പാരമ്പര്യത്തെ അനാദരിക്കരുതെന്നും ശശി തരൂർ പറഞ്ഞു. ഈ പ്രതിഷേധങ്ങൾക്ക് പുറമെ വിഷയത്തിൽ ലോക്സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വൻ വാക്പോരാണ് നടന്നത്. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ബിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ചാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കൂടാതെ ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന് പിന്നാലെ ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിനു മാത്രം കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന മോദിയെയാണ് അവിടെ കണ്ടത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതിലെ ദുരൂഹതകൾ. ഇപ്പോഴിതാ BJPയുടെ ഈ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. കൂടാതെ രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാൻ സംസ്ഥാന യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരും ആദർശങ്ങളും ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഈ പ്രതിഷേധത്തിലൂടെ ഗാന്ധിജിയുടെ ആദർശങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി ഗാന്ധിജിയുടെ ചിത്രങ്ങളും ബോർഡുകളും പ്രതിഷേധത്തിൽ ഉപയോഗിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഗാന്ധിജിയുടെ മൂല്യങ്ങളെയും ആശയങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിനും ജനങ്ങൾക്ക് തൊഴിലവകാശം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയെ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ഒരു ചാരിറ്റിയാക്കാൻ BJPയും RSSും ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു. നേരത്തെ ജവഹർലാൽ നെഹ്റുവിനെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയുമായിരുന്നു BJP സർക്കാർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രാഷ്ട്രപിതാവിനെ തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാം അവരുടെ കൈക്കലാക്കാനുള്ള പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇതിനൊക്കെ കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പ്.